വലിയ തരത്തിൽ കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അങ്ങനെ പ്രമാദമായ ഒരു കേസ് കൂടിയാണ്. കാരണം കമിതാവിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ നിന്ന് കാമുകനെ ഒഴിവാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി കൊല നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. വ്യക്തമായ തെളിവുകൾ, സമഗ്രമായ അന്വേഷണം. ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. ആ ഘട്ടത്തിൽ പരാതി ഉയർന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസിലേക്ക് മാറി. അന്നത്തെ തിരുവനന്തപുരത്ത് ചുമതലയുണ്ടായിരുന്ന DCP ശില്പയുടെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം തുടക്കത്തിൽ ആരംഭിച്ചത്. ആദ്യ ദിവസം തന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഗ്രീഷ്മയെ വിളിച്ചു വരുത്തുന്നു. ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുന്നു. തുടർന്നാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കളനാശിനി ഈ കാമുകനായ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള ഈ തട്ടിക്കൊണ്ടുപോകലിന് സമാനമായ പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ വഴി അവരുടെ ഫോൺ സംഭാഷണം, മെസ്സേജുകൾ ഇവയൊക്കെ തന്നെ അന്വേഷണ സംഘം എടുത്തു. ഒപ്പം തന്നെ ഈ കേസിൽ നിർണായകമായി മാറിയത് ഈ ക്രൈം നടന്നത് തമിഴ്നാട്ടിലാണ് എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കാൻ പ്രതിഭാഗം ശ്രമിച്ചു. അതിനുവേണ്ടി അവർ സുപ്രീം കോടതി വരെ പോയി. പക്ഷേ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഇത് വലിയ ചിട്ടയോടുകൂടി തന്നെ വളരെ ആസൂത്രിതമായി ഇതിനെ നേരിട്ടു. ഈ ക്രൈമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൂഢാലോചന, ഈ കുറ്റകൃത്യം നടത്താനുള്ള പ്രലോഭനം, ഫോൺ വഴിയുള്ള സംഭാഷണം, പലതവണ ഈ പറഞ്ഞ വിഷം കൊടുക്കാനുള്ള ശ്രമം, അതിൻ്റെ ട്രയൽ നടത്തിയത് ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ് ഗുളിക നൽകിയ സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സമഗ്രമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷനായി. ഇതുകൂടിയാണ് ഈ കേസിൽ നിർണായകമായി മാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കളനാശിനി ശരീരത്തിൽ ഈ ഷാരോണിന് നൽകിയിരുന്നു. അതിൻ്റെ തെളിവുകൾ സ്വാഭാവികമായി കണ്ടെടുക്കാൻ കഴിയില്ല. കാര്യം ഷാരോണിൻ്റെ വസ്ത്രത്തിൽ നിന്നോ ഒപ്പം തന്നെ ശരീരത്തിൽ നിന്നോ ഇതിൻ്റെ തെളിവുകൾ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ അംശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ഏതു തരത്തിലുള്ള വിഷമാണ് നൽകിയത്, എന്ത് വിഷമാണ് നൽകിയതെന്ന് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഘട്ടത്തിലാണ് ഏറ്റവും ശാസ്ത്രീയമായ തെളിവുകൾ കോടതിയിൽ നിരത്താൻ പ്രോസിക്യൂഷനായത്. അതായത് ഈ വിഷം, ഈ കളനാശിനി ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ ശരീരത്തിൽ ലയിച്ചു ചേർന്ന കോശത്തിൽ മാത്രം അവശേഷിക്കുന്നതാണ്. പുറത്ത് ബാക്കി ഈ പറഞ്ഞ ശരീരത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക പ്രയാസമാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രീയമായി തന്നെ ഈ വിഷത്തെ സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തി, ശാസ്ത്രീയമായ വിശകലനം നടത്തി, അതിനനുസരിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇത്തരം ഈ പ്രോസിക്യൂഷൻ്റെ ശക്തമായ വാദമാണ് അവസാനം ഗ്രീഷ്മയ്ക്ക് കുറ്റക്കാരിയാണ് തെളിഞ്ഞത്.